ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ചുവട് പിഴച്ച ഇടത് സർക്കാർ കടുത്ത പ്രതിരോധത്തിലാണ്. നിയമസഭയിലടക്കം മറുപടിക്ക് പഴുതില്ലാത്ത വിധം UDF തന്ത്രം മെനഞ്ഞ ആഞ്ഞടിച്ചതോടെയാണ് സർക്കാരിന്റെ ചുവട് പാളിയത്. സ്പോൺസറായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി നടപടിക്രമങ്ങൾ പാലിച്ചാണോ നൽകിയതെന്നും എങ്ങനെ ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തെന്നുമുള്ള ചോദ്യങ്ങൾക്ക് സർക്കാരിനും ബോർഡിനും ഉത്തരമില്ല. നിലവിൽ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സാമുദായിക നേതൃത്വങ്ങളുടെ വിശ്വാസം നേടാൻ കഴിഞ്ഞ സർക്കാരിന് വിവാദം തിരിച്ചടിയായി. അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചുകൊണ്ട് സാമുദായിക സംഘടനകളായ NSSും SNDPയും രംഗത്ത് വന്നിരുന്നു. എന്നാൽ സ്വർണ്ണപ്പാളി വിവാദം കത്തിപ്പടർന്നതോടെ സർക്കാരിനൊപ്പം നിലയുറപ്പിച്ചിരുന്ന SNDP ജനറൽ സെക്രട്ടറി മലക്കം മറിഞ്ഞു. ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത്. അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച NSS വിഷയത്തിൽ സർക്കാരിനെയോ ദേവസ്വം ബോർഡിനെയോ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുമില്ല. വിവാദത്തിൽ ഇതുവരെ പ്രതികരിക്കാനും NSS ജനറൽ സെക്രട്ടറി തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നിയമസഭയിൽ വിവാദമുയർത്തി കടുത്ത പ്രതിഷേധത്തിന് തുടക്കമിട്ട പ്രതിപക്ഷം സർക്കാരിന് മറുപടി പറയാനുള്ള അവസരവും ഇല്ലാതാക്കി. വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്ത് വിഷയത്തിന്റെ ഗൗരവം ഇല്ലാതാക്കുന്ന സമീപനമായിരുന്നു കഴിഞ്ഞ കാലയളവിൽ സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സർക്കാരിന്റെ നയതന്ത്രത്തിൽ വീഴാൻ പ്രതിപക്ഷം തയ്യാറായില്ല. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാതിരുന്ന പ്രതിപക്ഷം സഭയിൽ കടുത്ത പ്രതിഷേധം ഉയർത്തിയതോടെ സ്പീക്കർ സഭ പിരിച്ചുവിടേണ്ടതായും വന്നു. ഇതോടെ സർക്കാർ ഉദ്ദേശിച്ചതുപോലെ മുഖ്യമന്ത്രിക്കോ ദേവസ്വം മന്ത്രിക്കോ സഭയിൽ വിശദീകരിച്ചുകൊണ്ടുള്ള മറുപടി നൽകാനോ ആയില്ല. സഭയിൽ മറുപടിക്ക് ഇടമില്ലാതായതോടെ കൂടുതൽ പ്രതിരോധത്തിലായ സർക്കാർ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലെ കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ച് നിൽക്കുകയാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന കണ്ടെത്തലുകളിൽ നിന്ന് രാഷ്ട്രീയ ആയുധം സൃഷ്ടിച്ച് തിരിച്ചടിക്കാമെന്നാണ് സർക്കാരിന്റെയും CPMന്റെയും കണക്കുകൂട്ടൽ. വിവാദം വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് CPMും ഇടതുമുന്നണിയും ഇപ്പോഴുള്ളത്. വരും ദിവസങ്ങളിൽ ചേരുന്ന മുന്നണി യോഗം വിഷയം ചർച്ച ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിലെ ഊരാക്കുടുക്കിൽ നിന്നും തലയൂരാൻ കൃത്യമായ അന്വേഷണം നടത്താനാണ് ദേവസ്വം വിജിലൻസിനെ നിർദ്ദേശിച്ചിട്ടുള്ളത്.